യൂട്യൂബ് അൽഗോരിതം തന്നെ സ്റ്റക്ക് ചെയ്യും നമ്മളുടെ വീഡിയോ. യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് പിന്നെ ഹാഷ് ഇട്ടിട്ട് നമ്മൾ വേർഡ് എങ്ങനെയാണോ ടൈപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഹൈ ക്രിയേറ്റേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യമേ നമ്മൾ ഒരു ടോപ്പിക് ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വ്ളോഗാണോ ടിപ്സ് ആയിട്ടാണോ ചെയ്യുന്നത്, കുക്കിംഗ് വീഡിയോ ആയിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യാം ഏതാണെന്നുള്ളത്. ഇനി അതല്ല എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള ടിപ്സാണ്, അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം ഏതാണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ടോപ്പിക്ക്, അതിനെക്കുറിച്ചുള്ള കുറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നോട്ട് ബുക്കിൽ ഒന്ന് മെയിനായിട്ടുള്ള പോയിന്റുകളൊന്ന് ജസ്റ്റ് കുറിച്ച് വെക്കുക. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാമറ ഫ്രണ്ട് ക്യാമറ അല്ലാതെ ബാക്ക് ക്യാമറ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഫ്രണ്ട് ക്യാമറയ്ക്ക് നമുക്ക് കുറച്ച് ക്ലാരിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. ബാക്ക് ക്യാമറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ക്ലാരിറ്റിയിൽ വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള റൂമിലോ ഒരു മീഡിയം വെളിച്ചമുള്ള രീതിയിലുള്ള സ്ഥലം നേരെ തിരഞ്ഞെടുത്തിട്ട് അവിടെ നമ്മളെ ക്യാമറ സെറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ക്യാമറ സെറ്റ് ചെയ്യുന്ന ഈ സ്ക്രീനിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണുന്ന പോലെയാണ് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വോയിസ് മാക്സിമം ക്ലിയർ ആയിട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തേന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കിനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഷോട്ട് അതേപോലെ VN എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ക്യാൻവേ പോലുള്ള എഡിറ്റർ ആപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേതാണോ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ അധികം യൂസ് ചെയ്യാറ് ഇൻഷോട്ടിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ എൻ്റെ മിക്ക വീഡിയോകളും ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത്. അതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ വീഡിയോ കട്ട് ചെയ്യാനുള്ളതുണ്ട്, ട്രിം ചെയ്യാനുള്ളതുണ്ട്, സ്റ്റിക്കർ ആഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഇൻഷോട്ടിലും ക്യാൻവയിലും VN ആപ്പിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സ്റ്റിക്കറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ നേരെ ഈ സ്ക്രീനിൻ്റെ സൈഡിലും അതേപോലെ താഴെ എവിടെയൊക്കെ വെക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ആ എഡിറ്റ് ചെയ്യുന്നതിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതല്ലാതെ നമ്മളുടെ വീഡിയോയിൽ ഇനി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വേറെ വീഡിയോകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ തംബ്നെയിലാണ്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇനിയിപ്പോൾ ക്ലാരിറ്റി കുറവാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന വോയിസ് ലേശം കുറവാണെങ്കിലും അതിനൊന്നും നമുക്ക് വലിയ വ്യൂസിൽ കുറവും ലാഗ് വരുന്നതിനൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ നമുക്ക് സീരിയസ് ആയിട്ട് വേണ്ടത് എന്താണെന്ന് അറിയാം, നമ്മളുടെ വീഡിയോ ഏതാണോ ആ വീഡിയോയ്ക്ക് അനുസരിച്ചിട്ടുള്ള മറ്റുള്ള വ്യൂവേഴ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ വേണം നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ. എല്ലാവരും എന്താ ചെയ്യുന്നതെന്നറിയോ, നമ്മുടെ വീഡിയോ കറക്റ്റ് നല്ല കണ്ടീഷനിലൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം തംബ്നെയിലിന് സീരിയസ് കൊടുക്കുന്നില്ല. അപ്പോൾ തംബ്നെയിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു വീടൊക്കെ അതിനെക്കുറിച്ചുള്ള സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാം, നമ്മുടെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞാലും നമ്മുടെ വോയിസ് കുറവോ അങ്ങനെ വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങളില്ല. പക്ഷേ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തംബ്നെയിലാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ വ്യൂസ് കൂടാനും നമുക്ക് സബ്സ്ക്രൈബൊക്കെ കൂടാനും മറ്റുള്ള വ്യൂവേഴ്സ് ഒക്കെ എന്താ പറയുക നമ്മളെ ഈ തംബ്നെയിൽ കണ്ട് ആകർഷിച്ചതിന് ശേഷമുള്ള ഇതിലേക്ക് നമ്മളുടെ വീഡിയോ ഓപ്പൺ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് മാക്സിമം തംബ്നെയിൽ എഡിറ്റ് ചെയ്ത് കറക്റ്റ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ മിനിമം 2 ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത യൂട്യൂബ് അൽഗോരിതം തന്നെ സ്റ്റക്ക് ചെയ്യും നമ്മളുടെ വീഡിയോ. തംബ്നെയിൽ മാക്സിമം നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് തന്നെ കുറേ ആലോചിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്ത വീഡിയോ കാറ്റഗറിയുമായിട്ടുള്ള അവരുടെ തംബ്നെയിലും ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം നമ്മളുടെ തംബ്നെയിലിൽ മാക്സിമം എത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ ഒരു പടി മുകളിലുള്ള രീതിയിൽ വേണം നമ്മളുടെ തംബ്നെയിൽ എഡിറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ. അതും ഞാൻ ഇൻഷോട്ടിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടോപ്പിക്ക് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി. രണ്ടാമത്തത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ലൊക്കേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട ആപ്പ് ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. നാലാമത്തത് നമ്മളെ തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും കണ്ടെത്തി. ഇനി അഞ്ചാമത്തത് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് യൂട്യൂബിൽ നമ്മൾ ചെയ്തതിന് ശേഷം
നമുക്ക് ആദ്യം തന്നെ അതിനകത്ത് ഒരു ടൈറ്റിൽ കൊടുക്കാനുള്ളത് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്ക് ഏതുമായി ബന്ധപ്പെട്ടതാണോ അതിനെക്കുറിച്ചുള്ള ഒരു നല്ല പുറത്തുള്ള ആളുകൾക്ക് കാണുന്ന രീതിയിലുള്ള അത്യാവശ്യം മലയാളത്തിൽ ഒരു ഇംഗ്ലീഷിലുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു വേർഡ് ഒരു ഷോർട്ടായിട്ട് ടൈറ്റിലിൽ ആഡ് ചെയ്യാം. ആ ടൈറ്റിലിൽ നമ്മൾ ആഡ് ചെയ്ത് അതേപോലെ തന്നെ അത് കോപ്പി ചെയ്തിട്ട് നേരെ ഡിസ്ക്രിപ്ഷൻ കാണാം. ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ആ വേർഡ് തന്നെ കോപ്പി ചെയ്ത് കൊടുക്കുക. അത് കോപ്പി കൊടുത്തതിന് ശേഷം അതിൻ്റെ കുറച്ച് ഒരു സ്പേസ് താഴെ വന്നതിന് ശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഹാഷ്ടാഗ് ചേർക്കുക. ഒരു 3 ഹാഷ്ടാഗ് ചേർക്കുക. ഒന്ന് നിങ്ങളുടെ നെയിമുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹാഷ്ടാഗ് ചേർക്കുക. രണ്ടാമത്തെ നമ്മളുടെ കാറ്റഗറി മലയാളം ആണെങ്കിൽ /മലയാളം എന്ന് കൊടുക്കുക. മൂന്നാമത്തത് നമ്മളിതിപ്പോൾ യൂട്യൂബ് ടിപ്സ് സംബന്ധിച്ചാണെങ്കിൽ അവിടെ യൂട്യൂബ് ടിപ്സ് കൊടുക്കുക. അല്ലെങ്കിൽ ഇനി കുക്കിംഗ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ഹാഷ്ടാഗ് കൊടുക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളുടെ വേറെ എന്തെങ്കിലും ആയിട്ടുള്ളതാണ് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വേർഡ് ഒരു ഹാഷ്ടാഗ് ഇട്ടിട്ട് നമ്മൾ സ്പേസ് ഇടാതെ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ കുറച്ച് തൊട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കേണ്ടത് നമ്മളുടെ ഫേസ്ബുക്ക് ലിങ്ക് നമുക്ക് ചേർക്കാൻ പറ്റും. അതേപോലെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ID ചേർക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, നമ്മളുടെ വാട്സപ്പ് ലിങ്ക്, ഇതൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 5000 വേർഡ് വരെ നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് മാക്സിമം ആവശ്യമുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഈ ടൈറ്റിൽ നമ്മൾ നേരെ കോപ്പി ചെയ്തു. പിന്നെ നിങ്ങൾ ചെയ്ത വീഡിയോ, ആ വീഡിയോ എന്താണോ അതിനെക്കുറിച്ചുള്ള കുറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം അത് യൂട്യൂബ് അൽഗോരിതത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് മറ്റുള്ള വ്യൂവേഴ്സിന് എത്തിച്ച് കൊടുക്കണമെങ്കിൽ നമ്മളുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ആ ക്യാപ്ഷൻ കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ആ വീഡിയോ ഏത് രീതിയിൽ ചെയ്തതാണോ അതിനനുസരിച്ചുള്ളൊരു ക്യാപ്ഷൻ നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെറിയ ഷോർട്ടായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ നമുക്ക് അറിയില്ലെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും മതി. ഇനിയിപ്പോൾ അത് മലയാളത്തിൽ ഈ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും എന്താ പറയുക, നമ്മുടെ ട്രാൻസ്ലേറ്റ് ഉണ്ടല്ലോ, ഗൂഗിളിൽ കയറി ചെന്നിട്ട് നമ്മൾ ആ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ട്രാൻസ്ലേറ്റ് കൊടുത്താൽ നമുക്ക് ഇംഗ്ലീഷിലായിട്ട് കിട്ടും. അത് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പേസ്റ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ ഒരു ചെറിയ സ്പേസ് താഴോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 6-7 ഹാഷ്ടാഗ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഏതാ ചാനൽ, ഇപ്പോൾ #യൂട്യൂബ് ടിപ്സ്, #യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്, പിന്നെ # ഇട്ടിട്ട് നമ്മളുടെ നെയിം ഏതാണോ ആ നെയിം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ # ഇട്ടിട്ട് നമ്മളെ മലയാളം ഇടുക. ഇനിയിപ്പോൾ നിങ്ങളുടെ വീഡിയോ ലോങ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഏതാണോ അതിനെക്കുറിച്ചുള്ള കുറച്ച് വേർഡുകൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു 4-5 കീവേഡ് കൂടി കൊടുക്കുക. എന്ന് വെച്ചാൽ അത് സ്പേസ് ഇടാതെ നമ്മൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അത് കുറച്ച് എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഒരു യൂട്യൂബ് എന്താ പറയുക ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നു, ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ, അങ്ങനെ നമ്മളെ കുറച്ച് വീടുകൾ ഉണ്ടല്ലോ. അപ്പോൾ ആ വീട് ഇങ്ങനെ കൊടുക്കുക. അതിങ്ങനെ ഷോർട്ടിലിട്ട് നമ്മൾ ഹാഷ്ടാഗ് ഇടാതെ തന്നെ മറ്റേ ഹൗ സ്പേസ് ഇടുക, പിന്നെ ടു സ്പേസ്, അങ്ങനെ നമ്മൾ സാധാ ഒരു വേർഡ് എങ്ങനെയാണോ ടൈപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 5-6 വേർഡ് അല്ലെങ്കിൽ ഒരു 10-15 അതിൻ്റെ മുകളിൽ ഒരുപാട് കൂട്ടിയിടാനും പാടില്ല. ഒരുപാട് നമ്മൾ അതിനകത്ത് നിറച്ച് നമ്മളെ ഹാഷ്ടാഗും അതേപോലെ നമ്മളുടെ ഈ കീവേഡൊക്കെ കുറേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോ സ്റ്റക്കാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ 4-മത്തെ പറഞ്ഞാൽ നമുക്ക് ആഡ് ടാഗ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഡ് ടാഗ്സ് നമ്മൾ എങ്ങനെ കൊടുക്കുക, ആഡ് ടാഗ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത വീഡിയോ ഏതാണ്, ഇപ്പോൾ യൂട്യൂബ് ടിപ്സ് സംബന്ധിച്ച് ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ നമ്മൾ ആ യൂട്യൂബ് ടിപ്സ് ഇപ്പോൾ സാധാരണ പുറത്തുള്ള ആളുകൾ സെർച്ച് ചെയ്യുന്ന വേർഡുകൾ എന്താണോ അതാണ് നമ്മൾ ആഡ് ടാഗ്സിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ആഡ് ടാഗ്സിൽ ചേർക്കാൻ പാടുള്ളൂ. അതല്ലാതെ വേറെ നമ്മളുടെ കാറ്റഗറി വേറെ നമ്മളുടെ വീഡിയോ വേറെ ഒക്കെ ആയി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒരിക്കലും നമുക്ക് വ്യൂസ് അതിൽ കയറി വരുന്നതായിരിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെയുള്ള വിലയേറിയ അഭിപ്രായങ്ങളും എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതിനായിട്ട് അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ട്യൂട്ടോറിയൽ വീഡിയോകൾക്കായി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. സൈനിങ് ഓഫ് ജ്യോതിഷ്. ബൈ.